കണ്ടോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇൻഡോർ ഒന്നും അല്ലാതെ എങ്ങോട്ടാ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? ഞങ്ങൾ വേറെ എങ്ങോട്ടും അല്ല, നമ്മൾ കൊല്ലങ്കോട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നിപ്പച്ചൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മാരേജും കൂടിയാണ് കേട്ടോ. അപ്പം മാരേജ് ഈവനിങ്ങിലാണ്. അപ്പം ഞങ്ങൾ ഒരു ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈവനിങ് ആവുമ്പോഴേക്കും കൊല്ലങ്കോടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് മീങ്കര ഡാമാണ്. അപ്പം നമുക്ക് ഡാമിലേക്കൊന്ന് പോയി നോക്കാം. കൊല്ലങ്കോട് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ലേ? കാരണം വീഡിയോസും റീൽസൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണല്ലോ നമ്മളെ കൊല്ലങ്കോട്. അപ്പോൾ ഇതാ മീങ്കര ഡാം എന്നുള്ളൊരു ബോർഡൊക്കെ കാണുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. പോകുന്ന വഴികൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പോരാതേന് മഴക്കാലമാണ്, നല്ല പച്ചപ്പും. എന്നെ സംബന്ധിച്ച് ബീച്ചും പാർക്കും മാത്രമല്ല കേട്ടോ എനിക്കിഷ്ടം, പ്രകൃതി ഭംഗിയും കൂടെ ആസ്വദിക്കാൻ ദൈവം എനിക്ക് മനസ്സ് തന്നിക്കണം കേട്ടോ. അതുകൊണ്ട് ഇതുപോലുള്ള യാത്രകളൊക്കെ ഞാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ മീങ്കര ഡാമിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തെത്തി. അപ്പം നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഡാമിൻ്റെ ഉൾവശം ഒന്ന് കണ്ടു നോക്കാം. ഡാമിനകത്തേക്ക് ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല, പിന്നെ ആളുകളെ ഒന്നും കാണാനില്ല കേട്ടോ ഡാമിൽ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നണേ. ഈ കാണുന്ന ഷെഡിലൊരു സെക്യൂരിറ്റി മാമൻ ഇരിപ്പുണ്ട്. പിന്നെ അതാ നായകൾക്കൊരു പഞ്ചമല്ല. ഇവിടെ ഒരുപാട് മണൽ കൂമ്പാരങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. സഞ്ചാരികളെ ഒന്നും കാണാത്ത സ്ഥിതിക്ക് മണലൊക്കെ കോരിയെടുക്കുന്ന ഡാമാണെന്ന് തോന്നണം. എന്തായാലും വന്നില്ല, നമുക്ക് വെള്ളമൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് വരാം. നട്ടുച്ച സമയമാണ് എങ്കിലും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. വെയിലും മഴയും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ് കേട്ടോ. പക്ഷെ നല്ല കാറ്റിങ്ങനെ വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നടത്തത്തിലും ക്ഷീണം അറിഞ്ഞില്ല കേട്ടോ ഞങ്ങൾ. ഇനി കാണാണ് ഡാം വ്യൂ. ആകെ പുല്ലൊക്കെ മൂടി, നമുക്ക് വല്ലാതെ ഇഷ്ടമായൊന്നുമില്ല. ഇതിനെ സംബന്ധിച്ച് പോത്തുണ്ടി ഡാമാണ് സൂപ്പർ. മുമ്പൊക്കെ ബോട്ടിങ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിന് ചുറ്റും ഫാക്ടറികൾ പോലുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതായി കാണുന്ന ഒരുപാട് മണൽ കൂമ്പാരങ്ങളും. ആദ്യം ഡാമിൻ്റെ സൈഡ് വശത്തേക്കാണ് കേട്ടോ ഞങ്ങൾ നടന്നു പോയത്. ഇനി നമുക്ക് ഡാമിൻ്റെ മുകൾ വശം ഒന്ന് കാണാം. അപ്പം ഇതാണ് ഡാമിൻ്റെ മുകൾ വശം. ഏതായാലും വന്നില്ല, 1-2 ഫോട്ടോ അടിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നു. ശരിക്കും മീങ്കര ഡാം നമുക്ക് പാളി കേട്ടോ. വേറെ എവിടേക്കെങ്കിലും വെച്ച് പിടിച്ചാൽ മതിയായിരുന്നു. ഇനി അടുത്തത് നമ്മൾ പോകണത് ഏറ്റവും ഫേമസ് ആയ ഒരു ലൊക്കേഷനാണ് കേട്ടോ, മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഫേമസ് ആയ വെട്ടം മൂവി അഭിനയിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടേക്ക് യാത്ര തുടരാം. മെയിൻ റോഡ് വിട്ട് ചെറിയൊരു റോഡ് വഴിയാണ് കേട്ടോ സ്റ്റേഷനിലേക്കുള്ള യാത്ര. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലൊക്കെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അപ്പം ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുക. നമുക്ക് ഓരോരുത്തർക്കും പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേഷൻ വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്